ജിൽസി, ഒരുക്കങ്ങളൊക്കെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ്. എല്ലാ മിനുക്കുപണികളും പൂർത്തിയാക്കി പ്രവേശനോത്സവം കളറാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തിരുവനന്തപുരം കോട്ടൺ ഹില്ല് ഗവൺമെന്റ് LP സ്കൂളിൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. വരുന്ന വിദ്യാർത്ഥികളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ കസേരകളൊക്കെ ഇട്ട് ടീച്ചർമാരൊക്കെ ആ പണികൾ, അതിന്റെ അവസാനവട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കുകയാണ്. ബാഗും പുസ്തകങ്ങളും കുടയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ സജ്ജമാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ടീച്ചർമാർ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും ആദ്യം ആ സ്കൂളിലുള്ള കുറച്ചധികം കുട്ടികളെ വിളിക്കും. അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് മുൻപന്തിയിൽ നിൽക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ടീച്ചർമാരെല്ലാവരും ഓടി നടന്നാണ് ഈ കസേരയൊക്കെ ഇട്ട് ഈ ടീച്ചർമാരും അധ്യാപകരും എല്ലാം ഭയങ്കര ആക്റ്റീവായിട്ടാണ് കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വലിയൊരു ഉത്സവ അന്തരീക്ഷത്തിലാണ് എല്ലാവരും, പ്രത്യേകിച്ച് ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരടക്കമുള്ള എല്ലാവരും വലിയ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ്. നമുക്ക് ഈ ടീച്ചർമാരെ ഒരുമിച്ച് നിർത്താം. എല്ലാവരും ഒന്ന് വന്നേ, നല്ല കളറായിട്ട് നിൽക്കുകയല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇത്തവണ നമ്മുടെ പ്രവേശനോത്സവം? ഇതാണ് നാണമല്ലേ, നല്ല ചിരിയാണ് കേട്ടാ. പ്രവേശനോത്സവം നല്ല രീതിയിൽ തന്നെ നടക്കുന്ന, എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് നടക്കുന്നത്. ഞങ്ങൾ നല്ല രീതിയിൽ അലങ്കരിക്കും. കുട്ടികൾക്കുള്ള ബാഗ്, പിന്നെ ബോട്ടിൽ, ഇതെല്ലാം റെഡിയാണ്. തൊപ്പി നോർമലി എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ കോട്ടൺ ഹിൽ LP സ്കൂളിൽ പ്രത്യേകത എന്താണ്? കുട്ടികൾ വരുമ്പോൾ ഒരു പാട്ടൊക്കെ പാടി സ്വീകരിക്കണ്ടേ? ടീച്ചറിന് ഭയങ്കര നാണമാണ്, പക്ഷേ ഈ നാണൊന്നും പിള്ളേരുടെ മുമ്പിൽ ഇല്ലെന്ന് എനിക്കറിയാം. ബട്ട് നമുക്കൊരു പാട്ടൊക്കെ പാടി പിള്ളേരെ സ്വീകരിക്കണ്ടേ? പാട്ടൊക്കെ പാടി തന്നെയാണ് സ്വീകരിക്കുന്നത്. ഒരു പിള്ളേരെ സ്വീകരിക്കുന്ന ഒരു രസകരമായിട്ട് പാട്ട് പാടി നമുക്ക് അങ്ങ് നമ്മുടെ പ്രേക്ഷകരെയും കൂടെ ഒന്ന് സന്തോഷിപ്പിക്കാം. പാട്ട് പാടുന്നവർ വേറെ ഉണ്ട്, അവരെ വിളിക്കാം. പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊക്കെ കുട്ടികളോട് എന്താണ് ടീച്ചറിന് പ്രത്യേകിച്ച് പറയാനുള്ളത്? കുട്ടികളോട് പറയാൻ, കുട്ടികൾക്ക് എന്തുമായാലും സന്തോഷകരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഇവിടെ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളായാലും ശരി, പുതിയ കുട്ടികൾക്കായാലും അവർക്ക് പറ്റിയ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാ ടീച്ചേഴ്സും അവരോടൊപ്പം നിൽക്കുന്ന ടീച്ചേഴ്സാണ്. അത് ഏത് സാഹചര്യങ്ങളിലുള്ള കുട്ടികൾക്കായപ്പോലും അതിനുള്ള പിന്തുണ അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വരുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അത് അറിയുകയും ചെയ്യാം. ഈ വരുന്ന കുട്ടികളോടും അത് തന്നെയാണ് പറയാനുള്ളത്. അവർക്ക് അത് ക്രമേണ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. നന്നല്ല, അക്കാഡമിക്കായാലും ശരി, അൺഅക്കാഡമിക്കായാലും എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്ക് നല്ല സപ്പോർട്ടുള്ള സ്കൂൾ തന്നെയാണിത്. വലിയൊരു ആശ്വാസമുള്ളത് മഴ പൂർണ്ണമായിട്ട് മാറി നിൽക്കുകയാണ്. നിങ്ങളടക്കം മഴ പൂർണ്ണമായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് വരുന്ന അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ വലിയ സന്തോഷം കൂടിയുണ്ട്. അതെ അതെ, അവർ സന്തോഷമുള്ള കാര്യം, ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ 2-3 ദിവസം കൊണ്ട് ഇവിടെ ഓരോ അലങ്കാര പ്രാണികളിലും സ്കൂളിൻ്റെ വൃത്തിയാക്കൽ ചടങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. മഴ മാറി നിൽക്കുക, ദൈവം സഹായിച്ച് അതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തന്നെ വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഈ അക്കാഡമിക് ഇയർ തുടങ്ങാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൽ തന്നെയാണ് ഇങ്ങനെ ഈ ഒരു സ്കൂൾ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പോലും കഴിഞ്ഞത്.